വടക്കൻ കേരളത്തിലെ വേറിട്ട കാഴ്ചകളിലൂടെ, വിസ്മയ കാഴ്ചകളിലൂടെ ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. പുസ്തകങ്ങൾ കണ്ണുപോലെയാണ്. അടച്ചാൽ ഇരുട്ട്, തുറന്നാൽ വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ വിസ്മയകരമായ ലോകത്തേക്ക് നമ്മളെ ആനയിക്കാൻ ഒരു ചായക്കടക്കാരനുണ്ട്. മഞ്ചേശ്വരം ഉദ്യാവർ മാടയിൽ സുരേന്ദ്രൻ കോട്ടയാൻ. ഒരു നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്ന ഈ ചായക്കടയിലെത്തുന്നവർക്ക് ചായയോടൊപ്പം മധുരപലഹാരങ്ങളോടൊപ്പം പുസ്തകങ്ങൾ വായിക്കാം. അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് സഞ്ചരിക്കാം. ബാലസാഹിത്യകൃതികൾ, ശാസ്ത്രഗ്രന്ഥങ്ങൾ, മറ്റു വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, കഥകൾ, നോവലുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും സുരേന്ദ്രൻ കോട്ടയാൻ്റെ ഈ പുസ്തക ചായക്കടയിലുണ്ട്. ആ അക്ഷര ചായക്കടയുടെ വിശേഷങ്ങളിലേക്ക്, വായനാവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ದುರಿತ ದೂರ ನೀನಲ್ಲದೆ ಧರೆಯೋಳು, ದುರಿತ ದೂರ ನೀನಲ್ಲದೆ ಧರೆಯೋಳು, ದೊರೆಗಳ ನಾ ಕಾಣೆ ನಿನ್ನಾಣೆ ಹರೇ ವೆಂಕಟ ശൈലവല്ലഭ. സുരേന്ദ്രന് ഈ അക്ഷര ചായക്കട ഒരു സ്വപ്നമായി തീർന്നത് എങ്ങനെ? അമ്മയിൽ നിന്നും പൈതൃകമായി കിട്ടിയ സമ്മാനം, ഒരു ചായക്കട, പാരമ്പര്യമായി കിട്ടിയ പുസ്തകങ്ങൾ, അക്ഷര ചായക്കട യാഥാർത്ഥ്യമായതിന് പിന്നിലെ ആ ഓർമ്മകൾ. ഇത് മുന്നേ പച്ചക്കറി പീടിയമാണ്. ഇത് സ്ഥാപനത്തെ പീടിയ തുടങ്ങിയിട്ട് 30 വർഷമായി. എൻ്റെ അമ്മ ആണ് ഇതിനെ തുടക്കിയതാണ്. അപ്പോൾ വീട്ടിൽ കൃഷിയെല്ലാം ആയിക്കൊണ്ടായി പച്ചക്കറി. അപ്പോൾ പച്ചക്കറിന് നമുക്ക് മാർക്കറ്റ് മാംഗ്ലൂർ കൊണ്ടുപോയിട്ട് കൊടുത്തോണ്ടായി. അതിൽ പിന്നെ നമുക്ക് മനസ്സായി നമ്മൾ സ്വന്തം വിൽക്കണമെന്ന്. അപ്പോൾ സ്റ്റാർട്ടൊക്കെ ഞങ്ങൾ ഗോണിയിൽ അപ്പുറത്ത് ഈ മാർക്കറ്റിനോട് മീൻ കച്ചവടക്കുന്നവിടെ ഗോണിയിലിട്ടിട്ട് വ്യാപാരം ചെയ്യും. അതിൽ പിന്നെ ഒരു ചെറിയ കട എടുത്ത് അവിടെ തന്നെ. അതിൽ പിന്നെ അത് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഈടെ ഒരു ഇത് കിട്ടി കോംപ്ലക്സിൽ. ഇതിൽ കട എടുത്ത് ഇതിൽ തറക്കാരി പിന്നെ പൊണ്ടം. അതിൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് ജ്യൂസ്, കരിമ്പ് ജ്യൂസിൻ്റെ മിഷൻ എടുത്ത്. ഇപ്പോൾ അതിന് ഒന്നൊന്ന് ഐറ്റം അതായിക്കൊണ്ട് ഇപ്പോൾ ആംബ്ലെറ്റ്, ചെറുമ്പൂരി അതെല്ലാം വൈകുന്നേരം നടക്കുന്നു. മുന്നേ അമ്മ ഉണ്ടഞ്ഞി, എൻ്റെ മോൻ ഉണ്ടഞ്ഞി, എല്ലാവരും ഉണ്ടഞ്ഞി. ഇപ്പോൾ അമ്മ കഴിഞ്ഞിട്ട് 5 വർഷമായി. പിന്നെ എൻ്റെ മോനും കഴിഞ്ഞിട്ട് 4 വർഷമായി. അങ്ങനെ ഇപ്പോൾ ആൾ ഞങ്ങളിൽ കുറവാണ്. 3 ആളുള്ളൂ. ഞാൻ, എൻ്റെ മോള്, പിന്നെ എൻ്റെ ഭാര്യ. അവ വൈകുന്നേരം വരുന്നു. ഒരു മുന്നേ 10 മണിയോളം 11 മണിയോളം കച്ചവടം ആയിക്കൊണ്ടായി. ഇപ്പോൾ റോഡ് വന്ന് പിന്നെ അത്ര കച്ചവടം ഇല്ല, കുറവ്. ഇപ്പോൾ ഞങ്ങൾ 8 മണിയാകുമ്പോൾ ബന്ധാക്കും. വീട്ടിലും ആളില്ല, അങ്ങനെ വേഗം പോകും. കച്ചവടം കുറവാണ്. പിന്നെ ബുക്ക് വായിക്കുന്ന ഈ പേപ്പറെല്ലാം ദിവസത്തിൽ 5 പേപ്പർ എടുക്കും. ന്യൂസ് പേപ്പർ നേരത്തെ നിന്ന് ബയ്യോളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, പേപ്പർ എടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു അഭ്യാസമായിപ്പോയി. അങ്ങനെ ഈടെ കട തുടങ്ങിയിട്ട് ഇപ്പോൾ സാധാരണ 25-30 കൊല്ലമായി. കൊണ്ടുണ്ട്, പിന്നെ കരിമ്പ് ജ്യൂസുണ്ട്, പിന്നെ ചായ ആക്കുന്നു, പിന്നെ ചെറുമ്പൊരി, ആംബ്ലേറ്റ്, അങ്ങനത്തെ വൈകുന്നേരം എല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നു എല്ലാ ഐറ്റവും. ഇപ്പം മുന്നേ പച്ചക്കറി ഉണ്ടെങ്കിൽ ഇപ്പോൾ പച്ചക്കറി ഇല്ല. ചെറുമ്പൂരി ആക്കുന്നത്, ചെറുമ്പൂരി തക്കാളി വേണു, പിന്നെ ഇത് സവള്, ഇത് നീരുള്ളി, പിന്നെ കൊത്തമ്പരി ചപ്പ്, കായ്മണവ്, പിന്നെ നാരങ്ങ, അതെല്ലാം മുറിച്ച് വെച്ച് പാത്രത്തിലിട്ടിട്ട് കുറച്ച് എത്ര വേണോ അത്ര അളത്തിലിട്ടിട്ട് ഉപ്പും മുളകും മസാല എല്ലാം ഇട്ടിട്ട് അതിനെ കറക്റ്റ് മിക്സാക്കി ചായ പിന്നെ പൊരി ഇട്ടിട്ട് അതിനെ ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ മുട്ടയിൽ അതിൽ ഇതൊക്കെ എക്സ്ട്രാ ഉണ്ട്. ബോയിൽ എഗ്ഗ് ഇട്ടിട്ട് ആക്കുന്ന മുട്ട ചെറുമ്പൂരി ഉണ്ട്, അത് വേറെ തന്നെയാണ് ചെറുമ്പൂരി. പിന്നെ ചായ, പിന്നെ ഇപ്പോൾ കരിമ്പ് ജ്യൂസ് ആക്കുന്നത്. കരിമ്പ് ഇപ്പോൾ മുന്നേ മംഗലാപുരത്ത് നിന്ന് ടെമ്പിളിട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി ഈ കരിമ്പ്. ഇപ്പോൾ കരിമ്പ് കാസർഗോഡിൻ്റെ ഒരാൾ സെനയിൽ നിന്നുള്ള ഒരാൾ കൊണ്ടുവന്ന് തരുന്നു. അത് ഈടെ വരുന്നു, അത് തന്നെ ഇപ്പോൾ ജ്യൂസാക്കും ഇത് തന്നെ. പിന്നെ പൊണ്ട ഈടെ എടുത്തിട്ട് ഡീലർമാർ വരുന്നു, അവർ 2-3 ആളിൽ നിന്ന് എടുത്തിട്ട് ഇതാക്കും.
പൈതൃകമായി കിട്ടിയ ചായക്കടയും പൈതൃകമായി കിട്ടിയ പുസ്തകങ്ങളും എങ്ങനെ രണ്ടിനെയും സംയോജിപ്പിക്കാം? തൻ്റെ ചായക്കടയെ എങ്ങനെ വായനശാലയാക്കാം? സുരേന്ദ്രന് മറുപടിയുണ്ട്. ഇത് വീട്ടിലാണ് ഈ ബുക്കെല്ലാം. അപ്പോൾ ഞാൻ കുട്ടികൾ വന്നെങ്കിൽ കോളേജ് സ്റ്റുഡൻ്റ് എല്ലാം വന്നെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്കെല്ലാം ഏത് വേണ്ട ബുക്ക് അവർക്കെല്ലാം കൊടുത്തിട്ട് അവരിൽ ഇതായിക്കൊണ്ടായി. അപ്പോൾ അതിൽ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, ഇപ്പോൾ ഇത് ഈടന്നെ ഇതാക്കും നമുക്ക് വീട്ടിൽ ഇത് സ്ഥലമൊക്കെ ഭാര്യ കുറവുണ്ടായി. അപ്പോൾ ഇതിനെ എന്താക്കും ഞങ്ങൾ ടെൻഷൻ തന്നെ. ആ ടൈമിൽ നമുക്ക് സാലിലെ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇത് തന്നു, എന്തെങ്കിലും ഞങ്ങൾക്ക് പാഠ്യപുസ്തകം പുതുക്കാനുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നു, വന്നെങ്കിൽ ഞങ്ങൾക്ക് സഹകരണം തരണമെന്ന്, എന്തെങ്കിലും ബുക്ക് വേണമെന്ന് വേറെ അങ്ങനെയൊക്കെ പാട്ടിടും. കന്നഡ ഡിവിഷൻ്റെ 1-10 ബുക്കാകുമ്പോൾ വേണ്ടിയ ബുക്കെല്ലാം ഞങ്ങളെ വീട്ടിൽ നിന്ന് അവർ വന്ന് കൊണ്ടുപോയി മഞ്ചേശ്വര ഗോവിന്ദബോയിൽ അതിൻ്റെ എല്ലാം വേണ്ടിയത് അതിൻ്റെ പാട്ടെല്ലാം പണിയെടുത്ത്. അപ്പോൾ ആ ടൈമിൽ അവർ പറഞ്ഞു, ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുത്, ഞങ്ങൾ ലൈബ്രറി ഉണ്ടാക്കണം, ഇങ്ങനത്തെ ബുക്കിനെല്ലാം നമ്മൾ ആർക്കും അറിവില്ല ഇപ്പോൾ നിങ്ങളിലുള്ള വിഷയം. അപ്പോൾ പുറത്ത് വരണം, ഒരു ലൈബ്രറി കണക്കാവണം. അപ്പോൾ ഞാൻ റെഡിയാണ്. അപ്പോൾ അവർ ഈ ബുക്കൊക്കെല്ലാം ഏതോ നമ്പർ വൈസെല്ലാം കേരള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ തന്നെ അതിനെ എഴുതിയിട്ട് തന്നു. ബുക്ക് ഏത് ബുക്ക് എങ്ങനത്തെ ബുക്ക് അതിനെ ഡിവിഷൻ വേറെ ആക്കിയിട്ട് അതിൻ്റെ നമ്പർ വൈസ് ആക്കിയിട്ട് നമുക്ക് ഒരു 3 മാസം വീട്ടിൽ പണിയെടുത്തിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളെ ലൈബ്രറിയാണ് തിരുവനന്തപുരൻ്റെ, അയാളുടെ പേര് നമ്മളെ ഗണേഷ് പ്രസാദ് പാണൂർ, അയാൾ ഭയങ്കര നമുക്ക് ഹെൽപ്പ് കഴിഞ്ഞു ലൈബ്രറിൻ്റെ ആളെ. അങ്ങനെ അവരെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ലൈബ്രറി ആക്കി 2 വർഷം ഈ ലൈബ്രറി ആയിട്ട്. എൻ്റെ അമ്മക്ക് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ണില്ലാത്തവർക്ക് കണ്ണ് കാഴ്ച കൊടുക്കണമെന്ന്. അവർ അമ്മയുടെ വിഷയത്തിൽ കണ്ണ് നിറഞ്ഞെങ്കിൽ ജ്ഞാനമാണ് ബുദ്ധി. അപ്പോൾ നമ്മൾ 4 പഠിച്ചിന് 8ാം ക്ലാസ് ആയിരുന്നു. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ വായിച്ചതിനുണ്ട് നല്ല പഠിപ്പ്, നമുക്ക് അറിവ് എല്ലാ അറിവും ഞാൻ പറയില്ല, അതിനെല്ലാം മനസ്സിലായി. അങ്ങനെ ഈ വിഷയത്തിന് എല്ലാവർക്കും അറിയണം. എന്നിട്ട് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മക്കും എൻ്റെ വായനത്തിൻ്റെ ഇതാക്കുന്ന വിട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ കണ്ണില്ലാത്തവർക്ക് കണ്ണ് ജ്ഞാനം കൊടുക്കുന്നത് ഞങ്ങൾക്ക് നല്ലതും കണ്ട്. അങ്ങനെ നമ്മൾ ഈടന്നെ ഇതാക്കി. പൈസ എന്ത് നമ്മളിലില്ല, നമ്മൾ ചെറിയ മട്ടിൽ ഇങ്ങനെ തുടങ്ങി അങ്ങനെ നടന്നു. വീട്ടിലുണ്ടായിരുന്ന പുസ്തകങ്ങൾക്ക് പുറമേ ചായക്കടയിൽ വായനക്കാരെത്തിയപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ സമാഹരിക്കാൻ സുരേന്ദ്രൻ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അക്ഷര ചായക്കടയിലേക്ക് പുസ്തകങ്ങൾ സമാഹരിക്കുന്നത്? അതിനുള്ള പണം കണ്ടെത്തുന്നത് എങ്ങനെ? പിന്നെ ഈ ബുക്ക് ഏടുന്ന് പറഞ്ഞെങ്കിൽ ഇത് സാധാരണ കർണാടക, ഉടുപ്പി, ബാംഗ്ലൂർ എല്ലാം കർണാടക അങ്ങ് പോയി. പിന്നെ കേരള തിരുവനന്തപുരം പോയി. ഏടെ പുസ്തകോത്സവമാണ്. ആടുന്ന് പുതിയ നല്ല ബുക്ക് എടുത്തോണ്ട് വരും. അങ്ങനായിട്ട് അങ്ങനെ നമ്മൾ ചില ഓത്തർമാർ എഴുതിയ ബുക്കുണ്ട്, അപ്പോൾ അവരെ വീട്ടിലേക്ക് പോയിട്ട് എടുത്തോണ്ട് വന്നിന്. അത് പൈസനെ നമ്മൾ നോക്കില്ല, എത്ര പൈസ ഉണ്ട്, എത്ര പൈസ കൊടുത്താലും അങ്ങനത്തെ ബുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് നല്ല ഇതിഹാസം, പിന്നെ വേദം, പിന്നെ ഈ തെയ്യത്തിൻ്റെത്, ഈ ഭൂമിയെ പറ്റിയിട്ട് ചന്ദ്രനെ പറ്റിയിട്ട് എല്ലാ ബുക്കും എന്ത് വേണമെങ്കിൽ നമ്മളുടെ പക്ഷി ചെടികളെ പറ്റിയിട്ട് ഈ മരം പറ്റിയിട്ട് തണ്ണിനെ പറ്റി എന്ത് വേണമെങ്കിൽ നമ്മളിൽ ഉണ്ട് എന്ന് ഞാൻ ധൈര്യത്തിൽ പറയാം. അത്ര ഇപ്പം എടുത്തിട്ട് ബുക്ക് ഇണക്കേ നെറ്റിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തിരുവനന്തപുരത്തെ യൂട്യൂബറിൻ്റെ ഒരു ബന്ധുണ്ടായി. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ ജാളിൽ ഇങ്ങനെ എല്ലാം മുറ്റത്തെല്ലാം ഇളക്കിച്ചിട്ട് നമുക്ക് ഞാൻ പേടിച്ചു പോയതാണ്. സാധാരണ ഒരു 10,000 ബുക്ക് നാട്ടി മീതമുണ്ട് ഇത് ബുക്ക്, അത്രയും പൈസയും ഉണ്ട് അതിലേക്ക്. അപ്പോൾ ഇതെല്ലാം സാധാരണ ഞാനേ നെറ്റിപ്പോയി ഇത്രയെല്ലാം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ആശ്ചര്യം ചെയ്യുന്നത്. അത്ര ബുക്കുണ്ട്, ഫുള്ള് ബുക്കുണ്ട്. ഞങ്ങൾ ഈടെയുണ്ട്, ഞങ്ങൾ വീട്ടിൽ ഇത് കുറച്ച് ബുക്കെല്ലാം വീട്ടിലുണ്ട്. പിന്നെ ഈ ബുക്കിൽ കന്നഡ ഉണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, പിന്നെ നമ്മളെ ഫ്രഞ്ച് മുന്നത്തെ ഇവിടെ വന്ന തുർക്കിസ്ഥാൻ, ജർമ്മൻ്റെ ബുക്കുണ്ട്,
മുന്നേ ബ്രിട്ടീഷുകാർ വന്ന് എല്ലാ ബുക്ക് ഇവിടെ അവിടെ ഉണ്ടായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഉണ്ടായി. അവിടെ നിന്ന് ഞാൻ അവരിൽ നിന്ന് മേടിച്ചിട്ട് ഒരു ജെറക്സ് കോപ്പി എടുത്തിട്ട് കൊണ്ടു ഞങ്ങളുടെ വെച്ചിന്. നന്നായിട്ട് ഇതിഹാസം എല്ലാം നമ്മളിലുണ്ട്. സുരേന്ദ്രൻ്റെ അക്ഷരഛായക്കടയിൽ സ്ഥിരം സന്ദർശകരുണ്ടോ? പതിവായി ഒരേ ആൾക്കാർ തന്നെയാണോ ഇവിടെ എത്താറുള്ളത്? അന്യദേശത്തു നിന്നും ഈ അക്ഷരഛായക്കട തേടി ആൾക്കാർ വരാറുണ്ടോ? സുരേന്ദ്രൻ പറയും. ഇത് ഈ സംസ്ഥയ്ക്ക് ഇത് ലൈബ്രറിൻ്റെ എൻ്റെ ഒറ്റക്കെന്തല്ല, എൻ്റെ അമ്മയാണ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, മോള് എല്ലാവരും ഞങ്ങൾക്ക് സഹകാരം ഉടഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് ബുക്കിൻ്റെ ഇടയ്ക്ക് വേറെ പുറമെ പോകാൻ പറ്റില്ല. ഈ കടയിൽ നിൽക്കുന്ന ഇതില്ല. മുന്നേ അമ്മ ഉണ്ടെങ്കിൽ ഈ കടയിൽ, അതിൽ പിന്നെ ഇപ്പോൾ ഭാര്യ വന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ ആയിട്ട് ഞാൻ ഒറ്റക്കല്ല, എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇതാക്കുന്നത് പറയാം. പിന്നെ നമുക്ക് നാട്ടുകാരും സഹകാരമുണ്ട്. എന്ത് വേണമെങ്കിൽ വ്യവസ്ഥയാക്കിയിട്ട് തരുന്നതൊക്കെ ഇതുണ്ട്. ഇതിലേക്ക് സമയം നീട്ടില്ല, ഓരോരോ സമയത്തിൽ അവർ വരും. ഇപ്പോൾ ആട്ടോക്കാർ വരും, അവർ വരും, പേപ്പർ വയ്ക്കൂ, ബുക്ക് എടുക്കൂ, വായിക്കൂ, അവർ പോകും. കുട്ടികൾ ചില പ്രൊജക്റ്റ് ആക്കി വരുന്നു, BA-ൻ്റെ ഓരോ MA-ൻ്റെ ഓരോ എല്ലാം. അപ്പോൾ അവർക്ക് വേണ്ട പോലെ ഞാൻ ആക്കിയിട്ട് സഹകാരാക്കിയിട്ട് കൊടുക്കും. വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളും കഥകളും ബാലസാഹിത്യ കൃതികളും ആത്മകഥകളും ജീവചരിത്രങ്ങളും അങ്ങനെ 10,000-ഓളം പുസ്തകങ്ങളുടെ ശേഖരമുണ്ട് ഈ അക്ഷരഛായക്കടയിൽ. ഏതൊക്കെ ഭാഷയിലുള്ള പുസ്തകങ്ങൾ, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ കേൾക്കാം. പിന്നെ ഈ ബുക്ക് ഏടുന്ന് പറഞ്ഞെങ്കിൽ ഇത് സാധാരണ കർണാടക, ഉടുപ്പി, ബാംഗ്ലൂർ എല്ലാം കർണാടക അങ്ങ് പോയി. പിന്നെ കേരള തിരുവനന്തപുരം പോയി. ഏടെ പുസ്തകോത്സവമാണ്. ആടുന്ന് പുതിയ നല്ല നല്ല ബുക്ക് ഏതെന്ന് എടുത്തോണ്ട് വരും. അങ്ങനെയായിട്ട് അങ്ങനെ നമ്മൾ ചില ഓത്തർമാർ എഴുതിയ ബുക്കുണ്ട്, അപ്പോൾ അവരെ വീട്ടിലേക്ക് പോയിട്ട് എടുത്തോണ്ട് വന്നിന്. അത് പൈസനെ നമ്മൾ നോക്കില്ല, എത്ര പൈസ ഉണ്ടെന്ന്. എത്ര പൈസ കൊടുത്താലും അങ്ങനത്തെ ബുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് നല്ല നല്ല ഇതിഹാസം, പിന്നെ വേദം, പിന്നെ ഈ തെയ്യത്തിൻ്റെത്, ഈ ഭൂമിയെ പറ്റിയിട്ട്, ചന്ദ്രനെ പറ്റിയിട്ട് എല്ലാ ബുക്കും എന്ത് വേണമെങ്കിൽ നമ്മളുടെ പക്ഷി ചെടികളെ പറ്റിയിട്ട്, ഈ മരം പറ്റിയിട്ട്, തണ്ണിനെ പറ്റി എന്ത് വേണമെങ്കിൽ നമ്മളിൽ ഉണ്ടെന്ന് ഞാൻ ധൈര്യത്തിൽ പറയാം. അത്ര ഇപ്പം എടുത്തിട്ട് ബുക്ക് ഇണക്കേ നെറ്റിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തിരുവനന്തപുരത്തെ യൂട്യൂബറിൻ്റെ ഒരു ബന്ധുണ്ടായി. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ ജാളിൽ ഇങ്ങനെ എല്ലാം മുറ്റത്തെല്ലാം ഇളക്കിച്ചിട്ട് നമുക്ക് നാല് പേടിച്ചു പോയതാണ്. സാധാരണ ഒരു 10,000 ബുക്ക് നാട്ടി മീതമുണ്ട് ഇത് ബുക്ക്. അത്രയും പൈസയും ഉണ്ട് അതിലേക്ക്. അപ്പോൾ ഇതെല്ലാം സാധാരണ ഞാനേ നെറ്റിപ്പോയി ഇത്രയെല്ലാം ഉണ്ടെന്ന് എനിക്ക് ആശ്ചര്യം ചെയ്യുന്നു. അത്ര ബുക്കുണ്ട്, ഫുള്ള് ബുക്കുണ്ട്. ഞങ്ങൾ ഈടെയുണ്ട്, ഞങ്ങൾ വീട്ടിൽ ഇത് കുറച്ച് ബുക്കെല്ലാം വീട്ടിലുണ്ട്. പിന്നെ ഈ ബുക്കിൽ കന്നഡ ഉണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്. പിന്നെ നമ്മളെ ഫ്രഞ്ച് മുന്നത്തെ ഇവിടെ വന്ന തുർക്കിസ്ഥാൻ, ജർമ്മൻ്റെ ബുക്കുണ്ട്. മുന്നേ ബ്രിട്ടീഷുകാർ വന്ന എല്ലാ ബുക്ക് ഇവിടെ അവിടെ ഉണ്ടായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഉണ്ടായി. അവിടെ നിന്ന് ഞാൻ അവരിൽ നിന്ന് മേടിച്ചിട്ട് ഒരു ജെറക്സ് കോപ്പി എടുത്തിട്ട് കൊണ്ടു ഞങ്ങളുടെ വെച്ചിന്. നന്നായിട്ട് ഇതിഹാസം എല്ലാം നമ്മളിലുണ്ട്. ഇത് വിശ്വധർമ്മമാണ്. എന്തെല്ലാം ധർമ്മം ഈ വിശ്വത്തിലുണ്ട്. ഇതിൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, 2 പാർട്ടുണ്ട്. ഏതെല്ലാം ധർമ്മമുണ്ട് ഇതിലുണ്ട്. അങ്ങനെ സനാതന ധർമ്മനുണ്ട്, യോഗ, ഇതിൻ്റെ നമ്മളെ ഈ യോഗത്തിനുണ്ട്, വേദത്തിനുണ്ട്, രാമായണ, മഹാഭാരത, ഖുറാൻ. ലാഭനഷ്ടങ്ങളുടെ കണക്കില്ലാതെ തൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ ഉദ്യമത്തിന്
നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പിന്തുണ ഒരുപക്ഷെ സുരേന്ദ്രൻ്റെ ശക്തിയാണ്. അയാളെ ലൈബ്രറി ഇത് ചെയ്തിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇവിടെ അമ്മയാണ് ഇവിടെ കട തുടങ്ങിയിരിക്കുന്നത്. തുടങ്ങിയിട്ട് ഇപ്പോൾ അവരെന്നെ ചെയ്തിട്ടുണ്ട്. കുറേ വർഷമായി നമുക്കറിഞ്ഞാൽ പണ്ടെന്നപ്പുറം അറിയുന്ന ആളാണ്. ബുക്സ് ഇതന്നെ ലൈബ്രറി ചെയ്തിട്ട് വീട്ടിലുണ്ടായിരുന്നു ലൈബ്രറി. ഇപ്പോൾ ഇവിടെ 2 വർഷം മുതൽ ഇവിടെ തന്നെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നാട്ടുകാർക്ക് എല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് എല്ലാവർക്കും ഒരു ഉപകാരമുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ ബുക്ക് വായിക്കാനും അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ബസ്സിന് പോകുന്ന ആൾക്കാരും ഇങ്ങനെ അമ്പലത്തിന് പോകുന്ന ആൾക്കാരും ഇങ്ങനെ വന്നിട്ട് പോകാറുണ്ട്. നല്ലൊരു ആൾക്കാർ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റം ഇതെല്ലാം ഉള്ള ആളാണ്. ന്യൂസ് പേപ്പർ നേരത്തെ വെളിയാകുമ്പോൾ ഒരു 7:30 മണിക്ക് വന്നപ്പോഴേ പേപ്പർ എടുക്കും. ഒരു 5 പേപ്പർ എടുക്കും. 5 പേപ്പർ ഇവിടെ വരും. അതിന് നേരത്തെ കാർവൽ എടുക്കും, ഉദയവാണി, വിജയവാണി, പിന്നെ നമ്മളെ വിജയ കർണാടക, അങ്ങനെ എല്ലാം കന്നഡ പേപ്പർ എല്ലാം എടുക്കും. കേരളത്തിലെ പേപ്പർ എടുക്കും, എല്ലാം എടുക്കും. എല്ലാം വായിക്കുന്നവരോട് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ട പോലെ സൗകര്യമാക്കി കൊടുക്കും. ದುರಿತ ದೂರ ನೀನಲ್ಲದೆ ಧರೆಯೋಳು, ದುರಿತ ದೂರ ನೀನಲ್ಲದೆ ಧರೆಯೋಳು, ದೊರೆಗಳ ನಾ ಕಾಣೆ ನಿನ್ನಾಣೆ ಹರೇ ವೆಂಕಟ ശൈലവല്ലഭ. ഒരു ചുടു ചായ കുടിച്ച് വായനയുടെ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് അല്പനേരം സഞ്ചരിച്ച് സുരേന്ദ്രൻ കോട്ടയാറിൻ്റെ ഈ ചായക്കടയിലെ വിശേഷങ്ങൾ നുണഞ്ഞ് ഞങ്ങൾ പിരിയുകയാണ്. മറ്റൊരു വേറിട്ട കാഴ്ചയുടെ ഉറവിടം തേടി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.